പാലക്കാട് കേരളത്തിൻ്റെ നെൽപ്പുര മാത്രമല്ല, ഇന്ത്യാ ചരിത്രത്തിലേക്ക് പോലും നടന്നു കയറിയ ഒരുപാട് മലയാളികൾ ജനിച്ച നാടാണ്. കലാരംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹ്യ പരിഷ്കരണ രംഗത്തായാലും ഔദ്യോഗിക രംഗത്തായാലും ഉന്നതിയിലെത്തി തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാന്മാർ ധാരാളമുണ്ട്. ഈ അടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ അന്താരാഷ്ട്ര പ്രശസ്തയായ നർത്തകി മൃണാളിനി സാരാഭായ് ഉൾപ്പെടെ. ആ ഗണത്തിലേക്ക് മറുനാടും മലനാടും എഴുതി ചേർക്കുന്ന രണ്ട് പേരുകളാണ് പ്രശാന്ത് മങ്ങാട്ട്, പ്രമോദ് മങ്ങാട്ട്, സഹോദരങ്ങൾ. ഒരു ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള രണ്ട് സ്ഥാപനങ്ങളുടെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലിരിക്കുന്ന രണ്ട് മലയാളികൾ, സഹോദരങ്ങൾ, പാലക്കാടുകാർ, നെന്മാറ സ്വദേശി. കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട്ട് നിന്നും അനേകം മലയാളികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തപ്പെട്ടിട്ടുണ്ട്, പ്രശസ്തരായിട്ടുണ്ട്. അവരിൽ പലരെയും മറുനാടും മലനാടും കണ്ടെത്തിയിട്ടുമുണ്ട്. അവരിലെല്ലാം പാലക്കാടൻ ഗ്രാമങ്ങളുടെ നിഷ്കളങ്കതയും നൈർമല്യവും അധ്വാനശീലവും നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ എന്തുകൊണ്ടും എണ്ണപ്പെടാൻ അർഹരായ രണ്ട് വ്യക്തിത്വങ്ങളാണ് ശ്രീ പ്രശാന്തും ശ്രീ പ്രമോദും. ഒരു കാർഷിക കുടുംബത്തിൽ പിറന്ന് പഠന മികവും വൈദഗ്ധ്യവും കൊണ്ട് ഔദ്യോഗിക തലത്തിൽ ഉന്നതിയിലെത്തിയവരാണ് രണ്ടുപേരും. അന്തർദേശീയ രംഗത്ത് ശ്രദ്ധേയനായ ഭാരതീയ വ്യവസായ പ്രമുഖനാണ് ഡോക്ടർ BR ഷെട്ടി. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള രണ്ട് സ്ഥാപനങ്ങളാണ് NMC ഹെൽത്ത് കെയറും UAE എക്സ്ചേഞ്ചും. പ്രശാന്ത് ഡോക്ടർ BR ഷെട്ടിയുടെ NMC ഹെൽത്ത് കെയറിൻ്റെ ഡെപ്യൂട്ടി CEO-യും പ്രമോദ് UAE എക്സ്ചേഞ്ചിൻ്റെ CEO-യുമാണ്. രണ്ടുപേരും CA ബിരുദധാരികളാണ്. പാലക്കാട് നെന്മാറ സ്വദേശികളാണിവർ. നെന്മാറ വേലയുടെ അതീന്ദ്രിയമായ അനുഭൂതി സിരകളിൽ ആവാഹിച്ച് അത്ഭുതകരമായ ആവേശത്തോടെ കർമ്മമണ്ഡലത്തിൽ അത് പ്രാവർത്തികമാക്കുക, അതാണ് ഈ യുവാക്കളുടെ വിജയരഹസ്യം. ഇളയ സഹോദരനായ പ്രമോദ് CA പഠനം കഴിഞ്ഞ് കുറച്ചുനാൾ ഒരു കമ്പനിയിൽ ജോലി നോക്കി. പിന്നീട് UAE എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് മാനേജറായി കൊച്ചിയിൽ ജോയിൻ ചെയ്തു. ആദ്യത്തെ ജോലി മദ്രാസിലായിരുന്നു. ജിയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഗ്രൂപ്പ് ഓഡിറ്റിലായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലേസ്മെൻറ്റ്. അതിനുശേഷം വീണ്ടും എനിക്ക് തിരിച്ച് കേരളത്തിലേക്ക് മാറാനായിട്ടുള്ള അവസരം കിട്ടി UAE എക്സ്ചേഞ്ച് വഴി. ഞാൻ കഴിഞ്ഞ എൻ്റെ ഏതാണ്ട് ഈ ഒരു 16-17 വർഷത്തെ എൻ്റെ ഒരു കാരിയറിൽ ഞാൻ ഏതാണ്ട് 2 ജോബേ മാറിയിട്ടുള്ളൂ. എൻ്റെ രണ്ടാമത്തെ ജോലിയാണ്. ഇപ്പോഴും ഞാൻ UAE എക്സ്ചേഞ്ച് തന്നെ തുടരുകയാണ്. ഒരിക്കലും പ്രവാസ ജീവിതം പ്രതീക്ഷിക്കാത്ത പ്രമോദിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് കൊച്ചിയിൽ നടന്ന UAE എക്സ്ചേഞ്ചിൻ്റെ ഗ്ലോബൽ കോൺഫറൻസ് ആയിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ഒരാളൊരു ജോബ് മാറുന്നത് ഒരു പുതിയൊരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ടാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഒരേ ജോബ് തന്നെ മൾട്ടിപ്പിൾ കരിയർ വരുമ്പോൾ ഒരിക്കലും നമ്മൾ വേറൊരു ജോബ് നോക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് UAE എക്സ്ചേഞ്ചിൻ്റെ ഗ്ലോബൽ കോൺഫറൻസ് ഭാഗ്യവശാൽ കൊച്ചിയിൽ വെച്ചിട്ടാണ് ആ വർഷം 2003 ഒക്ടോബറിൽ ലേ മെറിഡിയൻ ഹോട്ടലിൽ വെച്ചിട്ടാണ് UAE എക്സ്ചേഞ്ചിൻ്റെ ഗ്ലോബൽ കോൺഫറൻസ് നടന്നത്. ഏതാണ്ട് ഒരു 200ഓളം പ്രതിനിധികൾ, UAE എക്സ്ചേഞ്ചിൻ്റെ സീനിയർ ലീഡർഷിപ്പായിട്ടുള്ള 200ഓളം പ്രതിനിധികൾ ആ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡോക്ടർ BR ഷെട്ടി ആയിരുന്നു അദ്ദേഹം ആ കോൺഫറൻസ് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫൗണ്ടർ, ഞങ്ങളുടെ ഇപ്പോഴത്തെ ചെയർമാൻ, അദ്ദേഹമാണ് ആ കോൺഫറൻസ് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കോൺഫറൻസിൽ 1-2 കാര്യങ്ങൾ എനിക്കിങ്ങനെ അവതരിപ്പിക്കാനും അത് ഡോക്ടർ ഷെട്ടിയുടെ ശ്രദ്ധയിൽപ്പെടാനുമായിട്ടുള്ള അവസരം ഉണ്ടാവുകയും ഡോക്ടർ ഷെട്ടിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഇന്ത്യയിൽ നിന്ന് UAEയിലേക്ക് മാറുകയായിരുന്നു. 2015 പ്രമോദ് UAE എക്സ്ചേഞ്ചിൻ്റെ CEO ആകുന്നത്. 2003 4 രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന UAE എക്സ്ചേഞ്ച് 2005 ഏതാണ്ട് 10 രാജ്യത്തോളമായിട്ട് ഒരു ശൃംഖലയായിട്ട് വലുതായി. ആ സമയത്താണ് ഗ്രൂപ്പ് UAE എക്സ്ചേഞ്ച് മൊത്തമായിട്ട് റീസ്ട്രക്ചർ ചെയ്ത്, മാനേജ്മെൻ്റ് എല്ലാം റീസ്ട്രക്ചർ ചെയ്ത് ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആയിട്ട് മാറാനായിട്ട് രീതിയിലുള്ളതും. അതോടൊപ്പം തന്നെയാണ് അപ്പോഴാണ് ദുബായിയുടെ വളർച്ച നല്ലോണം നടക്കുന്ന സമയം കൂടിയായിരുന്നു. അങ്ങനെ റീസ്ട്രക്ചർ ചെയ്തപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി ഫൈനാൻസിൽ നിന്ന് മാറിയിട്ട് ഓപ്പറേഷൻസിലേക്ക്, അതായത് ഡേ ടു ഡേ ബിസിനസ് കാര്യങ്ങളിലേക്ക് ഇടപെടാനുള്ള റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറി. 2005 മുതൽ 2008 വരെ ഞാൻ UAE എക്സ്ചേഞ്ചിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ഓപ്പറേഷൻസായിട്ട് കൈകാര്യം ചെയ്തു. 2014 ഞാൻ
ഡെപ്യൂട്ടി CEO ആയിട്ട് മാറി. 2015 ഞാൻ യു എക്സ്ചേഞ്ചിൻ്റെ CEO ആയിട്ട് ചുമതലയേറ്റെടുത്തു. അപ്പോൾ ഇതിലെല്ലാപ്പോഴും നമ്മൾ കാണുന്ന ഈ ഒരു പുതുമ, ആ പുതുമ തന്നെയാണ് എനിക്ക് എപ്പോഴും ഈ ജോലിയിലുള്ള ഒരു ഇൻട്രസ്റ്റും ഒരു പ്രസരിപ്പ് തരുന്നതും. അതെല്ലാം എപ്പോഴും ഈ പുതുമ തന്നെയാണ്. ആ പുതുമ നൽകാനായിട്ട് സ്ഥാപനത്തിൻ്റെ കൾച്ചറും സ്ഥാപനത്തിൻ്റെ എന്താ പറയുക ഫൗണ്ടറായ ഡോക്ടർ ഷെട്ടിയും മറ്റുള്ള അംഗങ്ങളും മറ്റുള്ള എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുന്നത് തന്നെയാണ് എന്നെ ഈ യു എക്സ്ചേഞ്ചിൽ എപ്പോഴും തുടരാനായിട്ടുള്ള പ്രേരണ. റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് മൊമെന്റ് അറ്റ് ദ റൈറ്റ് ടൈം എന്ന കപിൽ ദേവിൻ്റെ വാക്യമാണ് പ്രമോദിനെ വളരെ സ്വാധീനിച്ചിട്ടുള്ളത്. മിഡിൽ ക്ലാസ് ഇൻകത്തിൽ നിന്നുള്ള വരുന്നൊരു ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെയോ നേടാനായിട്ടുള്ള ഒരു ആർജവം, എന്തൊക്കെയോ നേടാനായിട്ടുള്ള ഒരു ആഗ്രഹം എപ്പോഴും എല്ലാവരുടെ മനസ്സിലും എല്ലാവരുടെ ഇതിലുമുണ്ട്. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ പുതിയതായിട്ട് ചെയ്യാനും പുതിയതായിട്ട് ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് നമ്മൾ എപ്പോഴും പ്രചോദിപ്പിക്കുന്നത്. ആ ഒരു തീയാണ്, ആ ഒരു ഹങ്കറാണ് എപ്പോഴും ഉണ്ടാവുന്നത്. അത് ഏത് രീതിയിലാവും എന്നുള്ളതൊന്നും നമുക്ക് ഒരിക്കലും എന്താ പറയുക നേരത്തെ കൂട്ടിക്കാണാനൊന്നും സാധ്യമല്ല. എത്തിച്ചേർന്നു. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് പിന്നെ കാണുന്നത്. വിശ്വാസം കൂടുമ്പോൾ ഉത്തരവാദിത്വവും കൂടും. അത് തൻ്റെ സഹപ്രവർത്തകരിലേക്ക് പകർന്നു നൽകാൻ പ്രമോദ് ശ്രമിക്കാറുണ്ട്. ഇതാണ് ബിസിനസ് ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാനമെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. ഏറ്റവും വേണ്ടത് വിശ്വാസ്യതയാണ്, ട്രസ്റ്റാണ്. ആ ഒരു ടീമിന് ഒരു ലീഡറെ നോക്കുമ്പോൾ വേണ്ട ഒരു ട്രസ്റ്റാണ്. കാരണം ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഓവർനൈറ്റ് ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ട്രസ്റ്റ് വരുന്നത് ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ്. അതായത് പലതരം ഘട്ടങ്ങളും പല രീതികൾ കണ്ടിട്ടാണ് വരുന്നത്. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ലീഡർഷിപ്പ് ബൈ ഇൻഫ്ലുവൻസ് ആണ്. ആ ലീഡർഷിപ്പ് ഇൻഫ്ലുവൻസ് വരണമെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് വളരെ പ്രധാനമാണ്. 1. 2, സന്നിഗ്ധ ഘട്ടങ്ങളിൽ വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ടീമിനെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിനെ നമ്മൾ മുമ്പോട്ട് നയിക്കുന്നുള്ളതും പിന്നെ ഒരു ഘടകമാണ്. അപ്പോൾ ഈ ട്രസ്റ്റാണ് ബേസിക്കായിട്ടുള്ള എലമെൻറ്റ്. പിന്നെ നമ്മുടെ ടീമിനോടുള്ള കമ്പാഷൻ, നമ്മുടെ ടീമിനോട് നമ്മൾ എങ്ങനെ ഓരോരുത്തർ പല ടീമിൽ പല ആൾക്കാരെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അവസരങ്ങൾ നമ്മൾ എങ്ങനെ കൊടുക്കുന്നു, അവർക്ക് മുന്നേറാനായിട്ടുള്ള അവസരങ്ങൾ എങ്ങനെ കൊടുക്കുന്നു. എല്ലായ്പ്പോഴും നമ്മളെല്ലാം നേരിട്ട് മാനേജ് ചെയ്യണമെന്ന് ആവശ്യമില്ല. വളരെ കഴിവുറ്റതും വളരെ പ്രതിഭകളുള്ളതായിട്ടുള്ള ടീം അംഗങ്ങൾ നമുക്കുണ്ട്. നമുക്ക് എങ്ങനെ പുതിയ അവസരങ്ങൾ കൊടുക്കാൻ പറ്റും, അവർക്ക് എങ്ങനെ പുതിയ കാര്യങ്ങളിലേക്ക് നേടാനായിട്ടുള്ള കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിശ്വാസ്യത, ഒരു ടീമിൽ കെട്ടിപ്പടുക്കാൻ പറ്റുന്ന വിശ്വാസ്യതയാണ് ഒരു ടീം ലീഡർക്ക് വേണ്ട ഏറ്റവും വലിയ ഘടകം. ഇന്നും കൃഷിയെ സ്നേഹിക്കുന്ന ആളാണ് ഇദ്ദേഹം. കൃഷി നന്മയും സ്നേഹവും നമ്മളിൽ മുളപ്പിക്കുന്നു എന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. ഞാൻ ജനിച്ചും വളർന്നതും ഒരു കർഷക കുടുംബത്തിലാണ്. അപ്പോൾ കൃഷി ആണ് എല്ലാറ്റിൻ്റെയും, അത് ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ, അതെല്ലാറ്റിൻ്റെയും അടിസ്ഥാനം കൃഷിയാണ്. ആ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഉത്സവങ്ങളും ആരവങ്ങളും എല്ലാം പങ്കുവെക്കലും കൂടിയാണ്. അത് ഒരാളുടെ മാത്രം സ്വകാര്യമായിട്ടുള്ള ഒരു ആഘോഷമോ സ്വകാര്യമായിട്ടുള്ള ഒരു ദുഃഖമോ അല്ല ഗ്രാമാന്തരീക്ഷങ്ങളിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുക. ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമല്ല താഴ്ചകളും ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ചില വർഷങ്ങളിൽ കൃഷി ഇറക്കുമ്പോൾ അവസാനം മെയിനി എന്ന് പറയും ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം തിരിച്ചു കിട്ടുന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് ഒരിക്കലും താങ്ങാനാവാൻ പറ്റാത്ത നഷ്ടം പറ്റുന്ന ഘട്ടങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഒരു എന്താ വെച്ചാൽ ഉയർച്ചയും താഴ്ചയും വ്യക്തിവിശ്വാസവും അതേപോലെയുള്ള ഘടകങ്ങൾ ഈ മാനേജ്മെൻറ്റിൽ നമ്മൾ പറയുന്ന പല ഘടകങ്ങളും നേരിട്ട് കാണാനായിട്ടുള്ള ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു സ്ഥിതി നാട്ടിൽ വളരുമ്പോൾ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. രണ്ടായിരത്തിരണ്ടിലാണ് പ്രശാന്ത് അബുദാബിയിലെത്തുന്നത്. തൻ്റെ പ്രവാസ ജീവിതത്തിന് ഇദ്ദേഹം ഡോക്ടർ BR ഷെട്ടിയോട് കടപ്പെട്ടിരിക്കുന്നു. NMC ഹെൽത്ത് കെയർ എന്ന മിഡിൽ ഈസ്റ്റ് മുഴുവനും യൂറോപ്പിലും വ്യാപിച്ചിരിക്കുന്ന കമ്പനിയുടെ ഡെപ്യൂട്ടി CEOയാണ് ഇദ്ദേഹം. കമ്പനി ചെയർമാൻ ഡോക്ടർ BR ഷെട്ടിയും. 2002 ആണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതിൻ്റെ മുഖ്യ കാരണം എൻ്റെ അനുജനായ പ്രമോദ് തന്നെയാണ്. പ്രമോദ് അന്ന് NMC ഗ്രൂപ്പിൻ്റെ UA എക്സ്ചേഞ്ചിൻ്റെ ഇന്ത്യൻ ഓപ്പറേഷൻസ് ആയിരുന്നു നോക്കിയിരുന്നത്.
അങ്ങനെയാണ് ഡോക്ടർ ഷെട്ടിയുമായിട്ട് ഒരു കാണാനും സംസാരിക്കാനിടയായതും. അതിൻ്റെ ഭാഗമായി ഡോക്ടർ ഷെട്ടിയുടെ നിർബന്ധം കൊണ്ടും കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വരാനിടയായത്. വ്യക്തമായ ദിശാബോധമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ഒരാൾക്ക് പൂർണ്ണമായും ഡെമോക്രാറ്റായിട്ടുള്ള ലീഡറോ അല്ലെങ്കിൽ ഓട്ടോക്രാറ്റായിട്ടുള്ള ലീഡറോ ആവാൻ പറ്റില്ല. ആവുന്നത് ശരിയല്ല. രണ്ടിനും ഇടയിലാണ് ലീഡർഷിപ്പ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരുടെയും, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാനും അതിൽ നിന്ന് നമ്മുടേതായ സ്വന്തം അഭിപ്രായങ്ങൾ അതിൽ നിന്ന് രൂപപ്പെടുത്തി അത് എങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. രണ്ട്, എത്രയൊക്കെ നമ്മൾ ഇന്ന് ഒരു IT മേഖലയിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാലും ആത്യന്തികമായിട്ട് ഒരു സ്ഥാപനത്തിനെ കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് അവിടുത്തെ ജീവനക്കാരാണ്, അതിൻ്റെ എംപ്ലോയീസാണ്. അതിലേക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ ലാഭത്തിന് വേണ്ടി ലാഭത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് അതിൻ്റെ ഗുണം അനുഭവിക്കുന്ന കസ്റ്റമേഴ്സാണ്. അവർ രണ്ടും മനുഷ്യരാണെന്നുള്ളൊരു ഓർമ്മ, അവരുടെ രണ്ടുപേരുടെയും മാനുഷികമായ പരിഗണന അവർക്ക് നൽകിക്കൊണ്ട് വേണം എന്ത് വലിയ തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ കമ്പനി. യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലും യൂണിറ്റുകൾ, 1000-ലധികം ഡോക്ടർമാർ, 8,000-ലധികം മറ്റു ജോലിക്കാർ, 28 ഹെൽത്ത് കെയർ യൂണിറ്റ്. പ്രശാന്തിൻ്റെ കീഴിൽ കമ്പനി അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലെ ലാഭം കൂടുക, അതേസമയം തന്നെ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ കൃത്യസമയങ്ങളിൽ ഓപ്പൺ ആവണം. ഇതിനൊപ്പം തന്നെ ഈ സ്ഥാപനം കെട്ടിപ്പടുത്ത ചില വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങൾ അതിലൊന്നാണ് രണ്ട് ഡോക്ടർ ഷെട്ടിയുടെ വളരെ പോപ്പുലറായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന 2 തിയറി. ഒന്ന്, ഈ ഹെൽത്ത് കെയർ സംരംഭം എല്ലാവർക്കും ഉപയോഗമുള്ളതും എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംരംഭമാവണം എന്നുള്ളത്. അപ്പോൾ അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് ഒരു സൈഡിലും പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് വേറെ സൈഡിലും. ഈ 2 എക്സ്പെക്റ്റേഷൻ്റെ ഇടയിലാണ് എൻ്റെ മുഴുവൻ ജീവിതവും നടന്നു പോകുന്നത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനി ലിസ്റ്റ് ചെയ്തതാണ് തൻ്റെ പ്രധാന നേട്ടമായി പ്രശാന്ത് കാണുന്നത്. 2012 ആയിരുന്നു NMC ഗ്രൂപ്പിൻ്റെയും എൻ്റെയും ഏറ്റവും വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്നത്. NMC ഗ്രൂപ്പിനെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ അന്ന് CFO എന്ന നിലയിൽ എനിക്ക് സാധിച്ചു. NMC എന്ന ഗ്രൂപ്പിനും അത് വലിയൊരു മാറ്റം ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ മാറ്റാൻ സഹായിച്ചു. കമ്പനി ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. ലാഭമുണ്ടാക്കാൻ മാത്രമല്ല, സാമൂഹ്യ ഉത്തരവാദിത്വങ്ങളും ഹെൽത്ത് കെയർ ബിസിനസ്സിനുണ്ടെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. പ്രവാസിയായി വരുന്ന പല വ്യക്തികൾക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഡോക്ടർ ഷെട്ടി ഇതിനൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് പല സോഷ്യൽ സെൻറ്റേഴ്സ് ആക്ടിവിറ്റീസിലും നമുക്ക് ഇടപെടാനും അവരുടെ അത്തരം വിഷയങ്ങളിൽ ഇടപെടാനും അവർക്ക് ചില സമയങ്ങളിലെങ്കിലും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്നു എന്നത് കൂടി എനിക്ക് കിട്ടാൻ ഒരു ഭാഗ്യമുണ്ടായി. പ്രശാന്തിൻ്റെയും പ്രമോദിൻ്റെയും പിതാവ് ദാമോദരനും മാതാവ് ശാരദയുമാണ്. രണ്ടുപേരും അബുദാബിയിൽ മക്കളോടൊന്നിച്ച് താമസിക്കുന്നു. ജ്യോതിയാണ് പ്രശാന്തിൻ്റെ ഭാര്യ. അനഘ, അദ്വിത് എന്നിവർ മക്കൾ. പ്രമോദിൻ്റെ ഭാര്യ ശാന്തിയും മകൾ അമൃതയും. അപൂർവ സ്നേഹത്തിനുടമകളാണ് ഇരു സഹോദരന്മാരും. അണുകുടുംബങ്ങളുടെ ഈ കാലത്ത് കൂട്ടുകുടുംബമായാണ് ഇവർ ജീവിക്കുന്നത്. പ്രമോദും പ്രശാന്തും അച്ഛനമ്മമാരും ഭാര്യമാരും മക്കളും ഒന്നിച്ച് ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നു. ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ അബുദാബിയിലുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച്, ഞങ്ങളുടെ കുട്ടികൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു രീതിയിലാണ് ഞങ്ങളിന്ന് ജീവിക്കുന്നത്. അത് ഞങ്ങൾക്കും കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും ഞങ്ങളുടെ കുട്ടികൾക്ക് വരെ വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട്. അത് അവരുടെ നാളെ അതിൻ്റെ ഗുണഫലങ്ങൾ അവർക്കും ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന അതേപോലെ തന്നെ അവരും അനുഭവിക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അബുദാബിയിലായിരുന്നു ആദ്യം മുതലേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ സമയത്ത് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അപ്പോൾ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഭാഗ്യവശാൽ ഞങ്ങളെ രണ്ടുപേരെയും മനസ്സിലാക്കുന്ന ഏട്ടനും എൻ്റെ ഏട്ടൻ്റെ അടുത്തിയമ്മയും എൻ്റെ ഭാര്യയും ഒരുമിച്ച് അങ്ങനെ ഒരു എല്ലാവരുടേതായിട്ടുള്ള ഒരു പൊരുത്തപ്പെടലും എല്ലാവരുടേതായിട്ടുള്ള മാനസികമായിട്ടുള്ള ഐക്യവും അണ്ടർസ്റ്റാൻഡിങ്ങുമാണ് എപ്പോഴും ഒരു കൂട്ടുകുടുംബം മുമ്പോട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം അതല്ലെങ്കിൽ നമുക്കറിയാം, സാധാരണ ഒരു 1, 2, 3, 4 ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോണ്ടാകുന്ന കോംപ്ലക്സിറ്റീസ് വളരെ അധികമാണ്. അപ്പോൾ അത്തരം പൊരുത്തപ്പെടുള്ളത് എനിക്ക് തീർച്ചയായിട്ടും ഒരു ഭാഗ്യം തന്നെയാണ് ഇവിടെ ഞങ്ങൾക്കും അനുഭവിക്കാൻ പറ്റുന്നത്. ഒരു ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള 2 കമ്പനികളുടെ തലപ്പത്ത്
2 സഹോദരങ്ങളെത്തുക. അവർ ഒന്നിച്ച് കൂട്ടുകുടുംബമായി ജീവിക്കുക. അപൂർവ നേട്ടം കൈവരിച്ച അപൂർവ സഹോദരങ്ങളായ മലയാളികൾ. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലാണ് വേല നടക്കുക. മനം നിറയ്ക്കുന്ന കാർഷിക സമൃദ്ധി കണ്ട് ആഘോഷത്തോടെ ഉത്സവം കൊണ്ടാടുക. അടുത്ത് ഇറക്കാൻ പോകുന്ന കൃഷിക്കായി ഭൂമിയെ പൂജിക്കുക, ദേവന്മാരെ ആവാഹിക്കുക. അതുതന്നെയാകാം വേലയുടെ അന്തർഗതമായ അർത്ഥവും. ബിസിനസ് രംഗത്തും കൃഷിയുടെ ദൈവീകമായ നൈർമല്യം കൂട്ടിയോജിപ്പിച്ച് പഴമയെയും പുതുമയെയും സംയോജിപ്പിക്കുന്ന ഈ സഹോദരങ്ങൾ മലയാളികൾക്ക് അഭിമാനം തന്നെയാണ്. ഇത്തരം അപൂർവതകളുമായിട്ട് തന്നെയാണ് മറുനാടും മലനാടിൻ്റെയും കഴിഞ്ഞ 40 താളുകളും മറഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. കണ്ണുകൊണ്ടല്ല കാണേണ്ടത്, കാതുകൊണ്ടല്ല കേൾക്കേണ്ടത്, മറിച്ച് ഈ കഥകൾ ഓരോന്നും ഹൃദയം കൊണ്ട് കാണുകയും കേൾക്കുകയും വേണം. ഇനി അടുത്ത ആഴ്ച. ശുഭരാത്രി.